ഹൽ ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു. ഞാനിന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നതാണേ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് ഷെയർ ചെയ്യാം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി. കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇത് വാങ്ങി കഴിക്കുന്നത്. അത് ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവുകയില്ല. ഇത് അടിപൊളി ടേസ്റ്റാണ്. രാവിലെ നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് ഞാൻ കണ്ടോ, നല്ല പ്ലാസ്റ്റിക് കോട്ടൊക്കെ ഉണ്ട്. അതൊന്ന് ഇളക്കട്ടെ, ഭയങ്കര പാടുണ്ട് കേട്ടോ. നല്ല കട്ടിയാണ്, ഇളക്കി വരാൻ അത് നല്ല ഫ്രഷാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി അതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ വെച്ചല്ലേ പുഴുങ്ങി തരുന്നത്. അത് വെള്ളത്തിലോട്ടിട്ടങ്ങ് പുഴുങ്ങും, അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങി അതിനകത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ടങ്ങ് നമുക്ക് തരത്തേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. ഇത് നമുക്ക് ഭംഗിയായിട്ട് നമുക്കിത് ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടിരിക്കും. ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഓരോന്നായിട്ടാണ് ഇളക്കിയിട്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് വേണ്ടുന്നത് ക്യാരറ്റാണേ. കാപ്സിക്കവും എല്ലാം ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ ഇപ്പോൾ ക്യാപ്സിക്കം ഇല്ല. അതിന് ക്യാരറ്റാണ്, ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉള്ളി സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടല്ല, ഞാൻ ഇച്ചിരി നല്ല വലിപ്പത്തിലാണ്, ഒന്ന് ഇടയ്ക്ക് കടിക്കത്തക്കവണ്ണം തന്നെയാണ് ഞാൻ അരിയുന്നത്. ഉണ്ടത് ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. പിന്നെ ബീൻസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാപ്സിക്കം നല്ലതാണ്, പക്ഷേ 2 ചെറിയ മുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിനകത്തോട്ട് ഇതെല്ലാം കൂടെ ഇട്ട്, ഞാൻ ആവി കയറ്റുമല്ല, ഇത് മൊത്തത്തിലങ്ങ് നല്ല വേവിച്ചെടുക്കാനായിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് വെള്ളമൊന്നും നഷ്ടപ്പെടുത്തില്ല, ഇതിനകത്ത് തന്നെ ഉണ്ടതെല്ലാം. കാരണം വഴറ്റിയൊക്കെ നമുക്ക് വെക്കാം, പക്ഷേ കൂടുതൽ എണ്ണ വേണ്ട എന്നുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്കിതിന് ആവശ്യത്തിന്, ഇത് ഇച്ചിരി വേവ് കൂടുതലുള്ളതാണ് കേട്ടോ, ആവശ്യത്തിന് പിന്നെ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. പിന്നെ അതിത്രയും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല, കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇനി ഞാനിന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്.
കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടുന്നുണ്ട്, കാരണം നമ്മുടെ ഇവിടുത്തെ കറിവേപ്പിലാണ്. അതുമല്ല, നല്ലതാണ് ശരീരത്തിന്. പിന്നെ ഇഞ്ചിയാണ്, ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടിച്ച് വെച്ച് കുറച്ചും കൂടെ വെള്ളം പറ്റാനുണ്ട്, അതുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെന്നുകൊണ്ട് വെച്ചാൽ ശകലം ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ നമുക്കിതിനകത്തൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനത് മുട്ട ഇടുന്നില്ല. ഇനി നമ്മളിതിനകത്ത് ചേർക്കാൻ പോകുന്നത്, കുട്ടികൾക്കാണെങ്കിൽ ഇത് പിന്നെ എണ്ണയിൽ തന്നെ വഴറ്റി ഇത് മാറ്റി വെച്ചിട്ട് എണ്ണയിൽ തന്നെ വഴറ്റി എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് പിന്നെ ഒലിവെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. പറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഒലിവെണ്ണ ഒഴിക്കുന്നത്. കാരണം ഒലിവെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏത് സാധനം ആയാലും ചൂടാക്കാൻ പാടില്ല, ആ ഒലിവെണ്ണയുടെ ഗുണം ഇല്ലാതാവും. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, ശ്രമിക്കണം. കാരണം നമ്മൾ കണ്ടോ ഒലിവെണ്ണയാണ് ഇത് ഒഴിക്കുന്നത്. ഒലിവെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആണ് ഇത് ഒഴിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching.